ടു അനദർ വീഡിയോ ഓഫ് സൈലൺ. നമ്മൾ ഇറാഷണൽ ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ ആ ഒരു ഇറാഷണൽ ചിന്തയായിരിക്കും നമ്മൾ എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതുപോലെ നമ്മൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നൊക്കെ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇറാഷണൽ തോട്ട്സ് ഉണ്ടാവും. ആ ഇറാഷണൽ തോട്ട്സിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഒരു 2 കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മിക്കവാറും നമ്മൾ പലപ്പോഴും നമ്മളിൽ തന്നെ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പലവരിൽ നിന്നും നമ്മൾ കേട്ടിട്ടുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും ഇപ്പം നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആദ്യത്തേതാണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻസിഡൻറ്റ് കാരണം, അല്ലെങ്കിൽ ഒരു ഇവൻറ്റിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് കാരണം നമ്മൾ അതുപോലത്തെ എല്ലാ സിറ്റുവേഷനിലും ആ സെയിം സംഭവം തന്നെയായിരിക്കും നടക്കുക എന്ന് വിശ്വസിക്കുന്നതിനാണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ജോബിൽ നിന്ന് നമ്മൾ റിജക്റ്റ് ആയി. അപ്പം നമ്മൾ എവിടെയൊക്കെ റെസ്യൂമെ അയച്ചാലും നമുക്ക് അവിടെ നിന്നെല്ലാം നമുക്ക് റിജക്ഷൻ ആയിരിക്കും കിട്ടുക എന്ന് വിശ്വസിക്കുന്നതിനാണ് നമ്മൾ ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് കാറ്റസ്ട്രോഫൈസിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു എക്സാമിന് നമ്മൾ ഫെയിലായി. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ഞാൻ എക്സാമിന് ഫെയിലായി, ഇനി ഞാൻ ഗ്രാജുവേറ്റ് ആവില്ല, എനിക്ക് നല്ലൊരു ജോലി കിട്ടില്ല, എൻ്റെ ലൈഫേ റുയിനായി എന്ന് വിശ്വസിക്കുന്നത്. അത് ഏറ്റവും വേഴ്സ്റ്റ് പോസിബിൾ ഔട്ട്കം എക്സ്പെക്റ്റ് ചെയ്യും. അതുപോലെ ആ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കില്ല വരുന്നത്, പക്ഷെ അതിന് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറയുന്നത്. So I hope this topic is clear. Thank you.